വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതെല്ലാവർക്കും അറിയാലോ. എന്റെ ക്യാരക്ടർ ഇവിടെ അഭിനയിക്കും, ഇവളുടെ ക്യാരക്ടർ ഞാൻ അഭിനയിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചേച്ചിയുടെ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, എന്റെ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര വലിയ പാടുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് 75% ഒറിജിനലും ബാക്കി ഫണ്ടിന് വേണ്ടി കഴിയും. അപ്പൊ നമ്മൾ ഡ്രസ് കൈമാറുന്നതിലൂടെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ പരസ്പരം കൈമാറാൻ പോവാണ്. അപ്പൊ റെഡി? അപ്പൊ ഞാൻ ക്യാരക്ടർ മാറിയിട്ടുണ്ട്. ഇനിയുള്ള ഓരോ സമയവും ഇവിടെ ഞാനായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. പൊന്നുണ്ടിയേ, എനിക്ക് വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം. എന്തി അവിടെ അവിടെ പോയി വിളിച്ചോണ്ട് വാ. പൊന്നു നീ റെഡി ആവുന്നില്ല, എനിക്ക് വീട്ടിൽ പോകാനുള്ള. പെട്ടെന്ന് റെഡി ആവാതെ എനിക്ക് വീഡിയോ എടുക്കണം. ഞാൻ വരുന്നൊന്നും തീരട്ടെ, ഇപ്പൊ തീരും. ഇതിപ്പോ തീർന്നാന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണ്ടേ? ഓ വരും, വിളിക്കും, കാണട്ടെ. ഇത് നീ എത്ര പ്രാവശ്യം കണ്ട സിനിമയാണ്? ഓ എന്റെ ചേച്ചി ഒന്ന് വിളിക്കണം. പൊന്നു നീ വരുന്നുണ്ടോ? ആ വരുവാ. എന്നാ അമ്മേ വരുവാ. ഇപ്പൊ തീരും. പൊന്നു നമുക്ക് നെയിം മീറ്റിംഗ് ചെയ്താലോ? നെയിം മീറ്റിംഗ്സ് ഒക്കെ ചെയ്യാം. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. പൊന്നു നീ വരുന്നുണ്ടോ? പൊന്നു നീ എത്ര പ്രാവശ്യം കണ്ട സിനിമയാ? എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ സങ്കടം വരും. എന്തിനാ എപ്പോഴും കാണാൻ നിൽക്കുന്നേ? എനിക്ക് ഇഷ്ടമായി സിനിമ. വന്നേ, എനിക്ക് പോകണം. വാ വാ വാ. ഓഫ് ചെയ്തേ. ഫ്ലവേഴ്സ് ഇല്ല ഒരു പൂളോ ഇത്ര പൂളോ കുളത്തിലാണ് 25 മിനിറ്റ് പൂളോ എന്റെ ഇൻസ്റ്റാഗ്രാം പ്ലീസ് എന്റെ ഇൻസ്റ്റാഗ്രാം ഇല്ല ഇല്ല പ്ലീസ് 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 കൊറേ നാളായി ഞാൻ ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്തില്ല. ഒത്തിരി മെസ്സേജ് പ്ലീസ് ആന്റി ഒന്ന് തരുന്നു. പ്ലീസ് പ്ലീസ് ആന്റി പ്ലീസ് അയ്യോ പ്ലീസ്. ഇത് വേണ്ട, നമ്മൾ ഫ്ലവേഴ്സ് വെക്കും. ഇപ്പൊ 24 മണിക്കൂർ ഉപ്പ് മുളക് ആ ഇത് എന്നെ കാണാനാ വാർത്തയാണ്. എനിക്കൊന്ന് ഫോൺ എന്താ പ്ലീസ് പ്ലീസ് ആന്റി. ഞാൻ പെട്ടെന്ന് 2 മിനിറ്റ് പ്ലീസ് പ്ലീസ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി അങ്ങനെ കൊണ്ടല്ലേ, ഞാൻ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം പ്ലീസ് പ്ലീസ് പ്ലീസ്. എത്ര ദിവസം ഒരാഴ്ച ഞാൻ ഇൻസ്റ്റ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കാണാൻ വിഷമിക്കും. ഞാൻ ഫോൺ എടുത്തരാം. അപ്പച്ചൻ്റെ ഫോൺ ഇനി ഇതിൻ്റെ ഫോണില്ല. അപ്പച്ചൻ്റെ ഫോൺ ഇവിടെ നീ അങ്ങനെ അടി മേടിക്കും കേട്ടോ. അപ്പച്ചൻ്റെ ഫോൺ എടുക്കില്ല. ഞാൻ കണ്ടിക്കാടി നീ എന്തൊക്കെ വരുന്നു? ശരി, ഇന്നലെ നാളെ വിളിച്ചിട്ടില്ല എന്നെ. പക്ഷെ മണിക്കൂട്ടി തല ഒന്ന് നേരെ വെക്കടി, ഇതിന്റെ തല ഒന്ന് കാണട്ടടി. 3 വെക്കടി ഇതിന്റെ തല. അങ്കിൾ വരത്തില്ല. എന്റെ അമ്മ എന്ത് ചെയ്യും? അമ്മ ജോലിക്ക് ശരൺ ഓ എന്നിട്ട് അമ്മ വരാന് അത് കളിക്കാനൊക്കെ. ചേച്ചി ചേച്ചി എനിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ? എന്തോ വീഡിയോ? ചേച്ചി അതൊരു വെബ് സീരീസാ. അത് മാറ്റി അതിരിക്കട്ടെ. അതൊരു വെബ് സീരീസാ. അതാകട്ടെ നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇടാം, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അതെങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് എവിടെ ചെയ്യും? പൈസ ബഡ്ജറ്റ് എന്തിനാ? കഥയൊക്കെ എന്തെങ്കിലും ഉണ്ട്. എന്നാലാണെങ്കിൽ ഇവിടെ ഇഷ്ടത്തിന് പിള്ളേരുണ്ട്, അത് ചെയ്യാം. അത് ചെയ്യാം നമുക്ക്. എന്റെ കഥയുണ്ട്. അതൊരു ഹൊറർ സ്റ്റോറിയാണ്. അത് കൊച്ചു രാത്രി കിടന്ന് സ്വപ്നം കണ്ട കൊച്ചിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവർ അമ്മ വിളിക്കും. പക്ഷെ ആ കൊച്ചിന് അപ്പൊ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നതാണ്. അവര് 3 മക്കളാണ്. അപ്പൊ ചേച്ചിയുണ്ട്, ഞാനുണ്ട്, പൈനീക്ക് നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഞാൻ കഥ പറഞ്ഞുതരാം.
അതൊരു ശീലമാണ് ചേച്ചിനല്ല ഒരു വീഡിയോ ഇല്ല എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നാലോ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഞാൻ എന്തെടുക്കാനാ? കൊഞ്ഞോ ഭയങ്കരമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ ചാനലിൽ ഇപ്പൊ തന്നെ ഒരുമാതിരി കിടക്കുന്നത് ക്രിഞ്ച് വീഡിയോസ് ആണ്. പിന്നെ നമുക്ക് ഇതൊക്കെ നല്ലതാ. ഇത് കിട്ടുകഴിഞ്ഞാൽ 1 മില്യൺ കാണിക്കും. ഞാൻ ഒന്നും വീഡിയോ ഒന്നും ഇല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞില്ല നിനക്ക് വീഡിയോ ഒന്നും ഇല്ലെന്ന്. എത്ര ദിവസം കൊണ്ട് രണ്ടു വീഡിയോ എടുത്ത് സ്കൂൾ അടക്കി പറഞ്ഞു. ഒരു വീഡിയോ ഉണ്ട്, അതിന് വോയിസ് കൊടുത്തു. അവളോട് അവളോട് പറഞ്ഞാലും കൊള്ളാം, നീ ആയാലും കൊള്ളാം, ആരായാലും എടുത്തു വെക്കും. ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കണം. ഓ ചേച്ചി കുട്ടി കൊടുക്ക്. നീ അവിടെ കൊടുക്കാം. എനിക്കൊന്നും വയ്യ. നീ കൊടുത്താൽ മതി. നീ കൊടുക്കാം. ഏതാ പെട്ടെന്നാ, എനിക്ക് സമയമില്ല. കൊടുത്തിട്ട് വരാം. ഇതെന്തോന്ന് വോയിസ് കൊടുക്കല? എങ്ങനെയാണോ വോയിസ് കൊടുക്കുന്നത്? അതിനെന്താ ഇപ്പൊ ഒരു കുഴപ്പം? അത് നല്ലതാ. സ്പീഡാണ്. ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒന്നും കൊടുക്കുന്നു. പറയുന്ന ഒന്ന് തിരിയണ്ടേ? എങ്ങനെയാണോ അത് പറയുന്നത്? അങ്ങനെ എന്റെ വോയിസ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഞാൻ വോയിസ് കൊടുത്ത വീഡിയോക്ക് മാത്രമേ ഉള്ളൂ റീച്ച് ഒക്കെ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ നന്നായിട്ട് കൊടുത്തോ. ഇല്ല ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് വയ്യ. എന്നാ അതിന്റെ വീഡിയോ ഇടണ്ട. പിന്നെ എനിക്ക് വയ്യ. ചേച്ചിയോട് പറയും ഇടാനായിട്ട്. എത്ര വട്ടമാണ് ഞാൻ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ 3ാമത്തെ വട്ടമാണ് വോയിസ്. ഞാൻ നോക്കിക്കേ, ഞാൻ വോയിസ് കൊടുത്തത് അതാണ്ട് ഈ വീഡിയോക്ക് കണ്ടോ. ഇത് പിന്നെ എന്നാലും ഞാൻ ഇങ്ങനെ കൊടുക്കണ്ടേ? ആൾക്കാർക്ക് പറയുന്നത് മനസ്സിലായി. എന്റെ ഇങ്ങനത്തെ വോയിസ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞ വോയിസാ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഇനി പറ്റത്തില്ല. വേണമെങ്കിൽ ചേച്ചി ഞാൻ കൊടുക്കുന്നില്ല. എന്നെ ആരും പറ്റണ്ട. ഞാൻ ഇനി ഇടണ്ട വീഡിയോ. കുട്ടിയെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പയറ് കൊണ്ടുപോയി നടാൻ? നീ നട്ടോ? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞ പയറ് കൊണ്ടുപോയി നടാനായിട്ട്? നട്ടിട്ട് നീ നട്ടില്ല ഇതുവരെ. അവിടെ കൊണ്ട് പാത്ത് വെച്ചോണ്ടിരിക്കും അവള്. അത് അമ്മ നട്ടോളൂ. പിന്നെ ചീരേരി ആണെങ്കിലും അതും കൊടുത്തു വിട്ടതാ, അതും നട്ടില്ല. ഇത് വേണ്ട, ഞാൻ വേണ്ട പാവല് നട്ടു, പയറ് നട്ടു, ചീര നട്ടു, വെള്ളരി നട്ടു, പിന്നെ കുമ്പളം നട്ടു, ഇതെല്ലാം നട്ടു. നട്ടോളാം. ഞങ്ങൾ ചെല്ലുമ്പോ വീട്ടിൽ ചെന്ന് ഇന്നും എന്നെ നട്ടോളാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ നിങ്ങളെ കണ്ടാൽ എന്റെ പഴയ സുഹൃത്ത് മരം കണ്ടി ഇത്ര നേരം കണ്ടില്ല. എത്ര മിനിറ്റ് നീ കാണും? എനിക്ക് കാണണ്ടേ? പിന്നെ ചേച്ചി പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് വന്നാൽ കണ്ടാൽ മതി. എനിക്ക് കാണണ്ടേ? നീ എല്ലാവരും ഇത് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് ഈ പരസ്യം കൊടുത്തില്ല? പിടിച്ച് ഞാനുണ്ടല്ലോ. 2 കൊല്ലത്തേക്ക് 1 ലക്ഷം രൂപയാണ് എൻട്രൻസ് വിഴുങ്ങി ആലോചിച്ചിട്ട് ഓർഡർ ചെയ്യൂ. അതും തന്നെ എന്റെ ഡൂഡോനെ നോക്കട്ടെ. ഞാനിവിടെ വേറെ ഇതിനേക്കാൾ വലിയ കാര്യം നോക്കും. ഡൂഡോനൊന്ന് കാണട്ടെ. ഞാൻ ഡൂഡോനെയൊക്കെ കാണും വീട്ടിൽ ചെന്നും കണ്ടേ. എത്ര ദിവസമായി കണ്ടിട്ട്? കാണാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തു. ഞാൻ ഇവിടെ ഒരു കാര്യം CCTV എന്നാ കാണാൻ. ഡൂഡോ ഞാൻ കാണിച്ചു തരും. ഫോണൊന്നും കയ്യിലോട്ട് തരാൻ പറ്റത്തില്ല. അയ്യോ എന്റെ ഡൂഡോയ്ക്ക് എന്നെ കാണാത്തോണ്ട് സങ്കടം കണ്ടോ. അവനവിടെ കിടക്കുവാ പാവം. നിങ്ങൾ അതിന് ഭക്ഷണമൊന്നും കൊടുക്കത്തൊന്നും ഇല്ലേ? പാവം എന്റെ ഡൂഡോ തന്നെ. ഇപ്പൊ തരാം. ഞാൻ നോക്കട്ടെ. ഡൂഡോനെ നോക്കട്ടെ. ഡൂഡോനെ നോക്കാനെന്നും പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് ഡൂഡോ ഇൻസ്റ്റാഗ്രാമിൽ ഡൂഡോ ഇരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോട്ടെ. ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്തും വേണ്ടി മെസ്സേജാ. ഞാൻ ഇപ്പൊ തരാം. അവർക്കൊന്ന് റിപ്ലൈ കൊടുക്കാം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. ഇല്ല 5 മിനിറ്റ്. ഹലോ എടി, ഞാൻ അമ്മ വീട്ടിലായിരുന്നു ഇത്രയും നാളും. അതാ ഞാൻ മെസ്സേജ് ഒന്നും കാണാഞ്ഞത് കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നു. ഇനി മെസ്സേജ് അയക്കാം. തുടങ്ങി ഇല്ല ഹലോ എന്ന് പറഞ്ഞു ഇരുന്നോ. നോക്കട്ടെ. ഇനി എനിക്ക് കുറച്ച് ഫോട്ടോ കുറെ നേരമായി. ചേച്ചി പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം. അമ്മച്ചിയുടെ സാരി ഉടുത്തിട്ട് വേണം. അമ്മച്ചിയുടെ സാരി അമ്മച്ചിയുടെ നേരത്തെ കൊടുത്ത സാരി ഒന്ന് പൊട്ടിപ്പോയായിരുന്നു, കീറിപ്പോയായിരുന്നു. നമ്മൾ വേറൊരു സാരി മേടിച്ചു കൊടുക്കണം അമ്മച്ചിക്ക്. പിന്നെ നീ അല്ലേ കീറി കളഞ്ഞു? നീ അങ്ങ് മേടിച്ചു കൊടുക്കും. ഞാൻ കീറി കളഞ്ഞൊന്നുമില്ല. അത് നേരത്തെ തന്നെ കീറിയിരുന്നു. അമ്മച്ചി പറഞ്ഞാൽ കേൾക്കണ്ടേ? അമ്മച്ചി പറഞ്ഞാൽ ഞാൻ കീറി കളഞ്ഞു. നിങ്ങളോട് ആരും പറഞ്ഞു അമ്മച്ചിയുടെ സാരി എടുത്തു? ഞാൻ പക്ഷെ
കീറി കളഞ്ഞൊന്നും അല്ല അത്. ഞാൻ അത് സെറ്റിപ്പം വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അത് പക്ഷെ ഞാൻ കീറി കളഞ്ഞല്ല. അമ്മച്ചി എന്നിട്ട് പറഞ്ഞ ഞാൻ കീറി കളഞ്ഞതാണ്. അത് നേരത്തെ കീറിയിരിക്കുവാ. ആ സാധനം നേരത്തെ കീറിയിരിക്കുവതായിരുന്നോ? ഇരിക്കുമായിരുന്നു. പക്ഷെ അത് കുത്തി കീറി കളഞ്ഞു. അമ്മ വേറെ സാധനം വാങ്ങിച്ചു തരുമോ അതിന്? 1/4 മണിക്കൂറായി ഞാൻ ഫോൺ അങ്ങോട്ട് ഇപ്പൊ തരാന്നും പറഞ്ഞ് മേടിച്ചു. ഡൂഡോനെ കാണാനെന്നും പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ തരാം. വേണ്ട ഇപ്പൊ തീരും. ഇപ്പൊ തീരുന്ന് പറിച്ചു തുടങ്ങിയിട്ട് എത്ര നേരമായി? ഫോൺ ഇങ്ങോട്ട് തന്നെ. ഇപ്പൊ തരാം. ഞാൻ ഇനി അച്ചാച്ചനെ വിളിക്കണോ? വേണ്ട, ഞാൻ ഇപ്പൊ തരാം. എന്നാ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട്. ഇപ്പൊ തരാം. ഞങ്ങള് ഗേൾസ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പം കൂടെ പ്ലീസ് എന്നെ ഒന്ന് വീഴണം. ഒറ്റ ദിവസത്തെ ട്രിപ്പ്. അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. തന്നെ പൈസ ഉണ്ടാക്കി പോകും. ഞാൻ ഓട്ടൊക്കെ എഴുതി പൈസ ശേഖരിക്കുന്നൊക്കെ ഉണ്ട്. അത് ഏർട്ടല്ല. മതി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഏർട്ടലൊന്നും അല്ല. എന്നെ ആരാണ്ട് ഏർട്ടല്ല. ഇത്ര നേരമായി റിയ ഞാൻ നിന്നോട് പറയുന്ന ഫോൺ ഇങ്ങോട്ട് തരാനായിട്ട്. തരുവാ. അതേണ്ട നീ തരുവാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം കോള്. കുറെ നേരമായി ഫോണും വെച്ചോണ്ട് കയ്യിൽ കുത്തി. ഫോൺ എടുക്കരുത്. നോട്ടിഫിക്കേഷൻ. നിന്നോട് ഞാൻ കുളിക്കാൻ പറഞ്ഞല്ലേ റിയ? നീ പോയി കുളിക്കാൻ നോക്കിയ. പള്ളിയിൽ പോകാനല്ലോ. പോയി കുളിക്കാൻ നോക്കിയ. 5:30 കുളിക്കാൻ നോക്കി. ഇനി അവിടെ കുളിക്കാന്ന് പറഞ്ഞ് കയറി 2 മണിക്കൂർ അവിടെ ഇരുന്നോണം. പെട്ടെന്ന് ഇറങ്ങണോ? ഇന്നാണ് കുർബാനയ്ക്ക് പോകേണ്ടത്. റിയ, ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? നിന്ന് കൂട്ടിയിരുന്നോ? ഇന്നത്തേക്കാണോ കുർബാനയ്ക്ക് പോകേണ്ടത്? വാ ഇങ്ങോട്ട്. തലയൊന്നും നനച്ചോ നീ? തല നനച്ചില്ല. നീ ഇത്ര നേരം പിന്നെ ഇതിനകത്ത് കയറുന്നു. കുളിക്കണ്ടേ? ഒന്ന് തേച്ച് വെച്ച്. തേച്ച് വെച്ച് കുളിച്ച്. അമ്മേ നോക്ക്, പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇത് ഇങ്ങോട്ട് നോക്ക്. നല്ലതാ. എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും എടുക്കുന്നില്ല. നല്ലതാണ്. എനിക്കുള്ള സൗന്ദര്യം എല്ലാ സ്കിൻ ടോണിനും ചേരുന്നുണ്ട്. നീ അവിടെ പള്ളിയിലോട്ടാണോ പോണോ? അത് കുറച്ച് ചോദിക്കല്ലോ ആണോ പോണേ? അല്ല, ഞാൻ ചേച്ചിനെ ഒന്ന് കാണിച്ചിട്ട് വരാം. ചേച്ചി വരുന്നുണ്ടോ പള്ളിയില്? ഇല്ല. എന്താ വീട്ടിൽ പോകാം. ഇപ്പൊ തന്നെ പോണോ? ഇനി എനിക്ക് വീട്ടിൽ പോകണ്ടേ? ഇനി എന്നാ വരുന്നേ? പള്ളിയിൽ നിന്നും പോകല്ലേടി. പള്ളിയിൽ നിന്ന് പോകില്ല. അവൾ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഉടനെ വീട്ടിൽ പോകും. അതെ, കുറേ കഴിച്ചെന്ന് പോവാ. പെട്ടെന്ന് വാ ഇങ്ങോട്ടെ. അച്ഛൻ തിരിഞ്ഞു എന്നാ പോലും പള്ളിയിൽ ചെല്ലത്തില്ല. മുടിയൊന്നും കെട്ടുന്നൊന്നുമില്ലേ? മുടി കഴിച്ചുവിടാ. ഇങ്ങനെ പ്രായത്തിനെ പോലെ. എനിക്ക് എപ്പോഴും മുടി കഴിച്ചിടുന്നതല്ലേ ഇഷ്ടം. ഈ പ്രാന്തിനെ പോലെ ഇങ്ങനെ നടന്നാച്ചാ മതി. അയ്യോ, ഷോളില്ല. ഷോളൊന്നും വേണ്ട. സാറില്ല, പോവാൻ. പള്ളിയിലോട്ട് പോകുമ്പോ തന്നെ ഷോൾ ഇല്ലാണ്ടാ പോന്നെ? ഷോളില്ല ഇവിടെ. ഇനി എനിക്ക് ഷോൾ തുടങ്ങാൻ ഷോളൊക്കെ വലുത് അടിക്ക് വേണ്ടാകുന്നു. പോവാ. അമ്മ ഷോൾ ഇടുന്നില്ലല്ലോ. കാര്യം പറഞ്ഞ അനുസരണയില്ല. ഞാൻ ചെയ്യാനാ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് ഊക്കി കിട്ടും. ഊക്കിയൊന്നുമില്ല. ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ മാത്രമേ ചെയ്തുള്ളൂ. ചേച്ചിയുടെ ക്യാരക്ടർ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഞാനാണ് എന്തായാലും കൂടുതലായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ആരുടെ ക്യാരക്ടറാണ് അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടേന്ന് കാണും. അഭിനയം പകുതി മുക്കാലും ഇത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നിന്റെ ക്യാരക്ടർ ഞാൻ അഭിനയിച്ചത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ അഭിനയിച്ചത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്റെ ക്യാരക്ടറിനകത്ത് കുറച്ചും കൂടെ ചെയ്യണമെങ്കിൽ എഡുവിനും ലിയാനയും കൂടെ ഒക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ആ പിള്ളേരില്ലാഞ്ഞത് കൊണ്ട് ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പത്രം ബൈ.